കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള സമൂഹത്തിന് അത്ര കണ്ട് സുപരിചിതമല്ലാത്ത വാക്കുകളും പ്രയോഗങ്ങളുമാണ് പൊതു ചർച്ചയായി മാറുന്നത്. വിവാദങ്ങൾ, വർഗീയ പരാമർശങ്ങൾ, വിദ്വേഷ പ്രസംഗങ്ങൾ എന്നിവയെല്ലാമാണ് ഇപ്പോൾ വാർത്തകളിലും ചർച്ചകളിലും ഇടം പിടിച്ചിരിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപാണ് വിവാദ പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത്. ആ വിവാദങ്ങൾ കെട്ടടങ്ങിയപ്പോഴാണ് ഇപ്പോൾ SNDPയുടെ മറ്റൊരു നേതാവ് ഗുരുതരമായ മറ്റൊരു വിവാദ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിങ്ങൾ ഈഴവരുടെ ശത്രുക്കളാണെന്ന് കായംകുളം SNDP യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ ആരോപിച്ചു. SNDPയുടെ ശക്തി കണ്ട് മുസ്ലിങ്ങൾ പിന്തുണയുമായി വരുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. SNDP ഘോഷയാത്രാ കമ്മിറ്റിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു പ്രദീപിന്റെ വിദ്വേഷ പരാമർശങ്ങൾ. വർഗീയ കലാപമുണ്ടായ നാടാണ് കായംകുളമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈഴവ മുസ്ലിം സംഘർഷമായിരുന്നു അത്. അന്ന് നിരവധി പേർ ആക്രമണം നേരിട്ടു. ഏത് നിമിഷവും സംഘർഷവും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള നാടാണ് കായംകുളം. അവിടെ നമ്മുടെ സംഘടനാശേഷി ശക്തിപ്പെടുത്തണമെന്നും പ്രദീപ് ലാൽ ആവശ്യപ്പെട്ടു. SNDP കായംകുളത്ത് സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്നും പ്രദീപ് പറഞ്ഞു. കയ്യേറിയ ഭൂമി സർക്കാർ പതിച്ചു നൽകിയിട്ടുമില്ല. എല്ലാ മതക്കാരും കയ്യേറിയപ്പോൾ SNDPയും കയ്യേറി. ഈ ഭൂമിയിലാണ് നഗരത്തിൽ ഓഡിറ്റോറിയം പണിതതെന്നും അദ്ദേഹം പറഞ്ഞു. DCC അംഗം പനക്കൽ ദേവരാജൻ അടക്കമുള്ള നേതാക്കൾ വേദിയിലിരിക്കുകയായിരുന്നു SNDP നേതാവിന്റെ പരാമർശങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തെ NDA സ്ഥാനാർത്ഥിയായിരുന്നു പ്രദീപ് ലാൽ. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിദ്വേഷ പ്രസംഗം വിവാദമായിരുന്നത്. സംവരണവുമായി ബന്ധപ്പെട്ട വർഗീയ പ്രസ്താവനയുമായാണ് SNDPയുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത്. ഇടത് വലത് മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേരളത്തിലുള്ള 9 രാജ്യസഭാ സീറ്റുകളിൽ 5ലും മുസ്ലിങ്ങൾ. ക്രൈസ്തവർ BJPയെ രക്ഷകരായി കാണുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. യോഗനാഥം മാസികയുടെ മുഖപ്രസംഗത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾ. ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് 2 സീറ്റാണ് നൽകിയതെന്നും മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. സത്യം പറഞ്ഞവർ ക്രൂശിക്കപ്പെട്ടതാണ് ലോകചരിത്രം. ക്രൈസ്തവർ BJPയെ രക്ഷകരായി കാണുന്നുവെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്താൻ വെല്ലുവിളിക്കുകയാണ്. കൂടാതെ മധ്യ കേരളത്തിൽ ക്രൈസ്തവരും വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളും ചേർന്ന് പൊതുസമ്പത്ത് വെട്ടിപ്പിടിച്ചെന്നായിരുന്നു ആരോപണം. ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്താണ് ഇത് ശക്തി പ്രാപിച്ചത് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം മുന്നണി രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് തന്നെ ആരംഭിച്ചതാണ്. മധ്യ കേരളത്തിൽ ക്രൈസ്തവരും വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളും ചേർന്ന് പൊതുസമ്പത്ത് വെട്ടിപ്പിടിക്കുകയായിരുന്നു. വോട്ട് ബാങ്കിന്റെ ബലത്തിൽ UDF തണലിലാണ് ഇത് ശക്തി പ്രാപിച്ചത്. 2 വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും ഉയർന്നു. ഭൂമി, വിദ്യാഭ്യാസം, അധികാരം, ആരോഗ്യം, കൃഷി, വ്യവസായം തുടങ്ങി സമസ്ത മേഖലയിലും അരനൂറ്റാണ്ടിനിടെ ന്യൂനപക്ഷങ്ങൾ മേൽക്കൈ നേടി. പിന്നാക്ക പട്ടിക വിഭാഗക്കാർ കോളനികളിലേക്കും പുറമ്പോക്കുകളിലേക്കും തൊഴിലുറപ്പുകളിലേക്കും ഒതുക്കപ്പെട്ടു. കുമരകം ബോട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എന്ത് കിട്ടിയെന്നും ബേപ്പൂർ ബോട്ടപകടത്തിൽ എന്തു നൽകിയെന്നും ഒന്ന് വിലയിരുത്തിയാൽ മരണത്തിൽ പോലും സർക്കാരുകൾ കാണിച്ച മത ദേശ വിവേചനം വ്യക്തമാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതായിരുന്നു യോഗനാഥത്തിൽ വന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇത്തരം അസമത്വങ്ങൾ തിരിച്ചറിയാൻ സാമൂഹിക സാമ്പത്തിക സർവേ കൊണ്ടാകുമെന്നും അദ്ദേഹം ലേഖനത്തിൽ പറയുന്നുണ്ട്. കേരളത്തിൽ ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വങ്ങളെക്കുറിച്ച് ബോധ്യമാകണമെങ്കിൽ ഇവിടെ ഒരു സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തുക തന്നെ വേണം. ഉന്നയിക്കപ്പെടുന്ന പരാതികളും ആരോപണങ്ങളും അപ്പോൾ വ്യക്തമാകണം. ആധുനിക കാലത്ത് കണക്കുകൾക്കും വസ്തുതകൾക്കുമാണ് വില. താൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഏക മാർഗം ഇത് മാത്രമാണ്. തന്നെയും സംഘടനയും പുലഭ്യം പറയുന്നത് നിർത്തി സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്താൻ അവർ ആവശ്യപ്പെടട്ടെ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ന്യൂനപക്ഷ സംഘടനകളെയും രാഷ്ട്രീയ കക്ഷികളെയും താൻ വെല്ലുവിളിക്കുന്നെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി ഉണ്ടാക്കിയ വിവാദങ്ങൾ കെട്ടടങ്ങിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും വർഗീയ പരാമർശമുയർത്തിക്കൊണ്ട് SNDP നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ അത്ര കണ്ട് ശോഭിക്കുകയില്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം തന്നെ പ്രതിഫലിക്കാനുള്ള സാധ്യതയും ഏറെയാണ്.